കർത്താവിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുത്തി. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നുന്നു. അവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും. മറ്റൊരു വാക്യത്തിലൂടെ 50-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവളും കാണിച്ചു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടും. നാം കൂടി വരുന്നത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ കർത്തൃമേശ ആചരിക്കുന്നതിനാണ്. കർത്താവിന്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും പ്രസ്താവിച്ചുകൊണ്ട് വീണ്ടും വരുന്ന കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ തികച്ചും ആരാധന അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പേര് കർത്തൃമേശ എന്നാണ്, അല്ലെങ്കിൽ അപ്പം മുറുക്കൽ, തിരുവത്താഴം എന്നുള്ള പ്രയോഗങ്ങളൊക്കെയാണ് തിരുവഴുത്തിൽ നാം കാണുന്നത്. എന്തുമായാലും കർത്താവിന്റെ കഷ്ടാനുഭവത്തെ നാം ഓർത്തു വരികയായിരുന്നല്ലോ. അവന്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും പ്രസ്താവിക്കുന്ന ഈ സമയം പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ കണ്ടുകൊണ്ടാണ് സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ നാം കർത്താവിനെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത്. നാം വായിച്ച ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും. നമ്മുടെ കർത്താവ് തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അഭയയാതന കഴിച്ചു. ഭയഭക്തി നിമിത്തമാണ് തനിക്ക് ഉത്തരം ലഭിച്ചത്. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഗെത്സമനിയിൽ വെച്ച് ക്രൂശ് മാറ്റിത്തരുവാനായിട്ട് താൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന സാധ്യതകളുണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അവൻ ഇഷ്ടം ചെയ്യുവാൻ ബന്ധപ്പെടുന്ന കർത്താവ്. മറ്റെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ക്രൂശിനെ മാറ്റിത്തരണം, അതെന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതല്ല. എന്നാൽ എബ്രായ ലേഖനത്തിൽ തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടുകൂടെ ഭയഭക്തി നിമിത്തമാണ് ഉത്തരം ലഭിച്ചത്. അവിടെ വെച്ച് താൻ മരിച്ചു പോകുന്നൊരവസ്ഥയല്ലായിരുന്നു, മരണത്തിന്റെ വക്കോളം എത്തിത്തീർന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് മരിക്കണമെങ്കിൽ ഒരകൃത്യയാഗമായി തീരാതെ, അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തല്ലാതെ അവന് മരിക്കുവാൻ സാധ്യമല്ല. ഗെത്സമനിയിൽ അവൻ മരിക്കുകയില്ല, യാതൊരു സംശയവുമില്ല. എന്നാൽ മരണത്തിന്റെ വക്കോളം അവന്റെ രക്തം ഉയർത്ത് അവൻ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയതും ശരിയാണ്. എങ്കിലും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? താൻ മരിച്ചാലും അതോടെ അവസാനിക്കാതെ ആ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന അബ്രഹാം ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ പ്രത്യാശ, വിശ്വാസം എന്താണ്? ഒരാളെ ഇങ്ങനെ പറയാൻ സാധിക്കും, അവനെ യാഗമർപ്പിച്ചാലും ആ ചാരത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ വാഗ്ദത്തം ചെയ്ത കർത്താവിന് സാധിക്കും എന്ന് അബ്രഹാം നിശ്ചയമായി ഉറച്ചിരുന്നു. അങ്ങനെ ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് താൻ മരിച്ചാലും മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന കർത്താവിനോട് ഭയഭക്തി നിമിത്തം വിളിച്ചപേക്ഷിക്കുന്ന, ഒരു മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് വിളിച്ചപേക്ഷിക്കുന്ന ഒരു രംഗമാണ് നാം കാണുന്നത്. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി അവനെ തകർക്കുന്നതിന്റെ രംഗങ്ങളാണ് നാം ഇതുവരെ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. തൊട്ടു മുൻപിലുള്ള അധ്യായത്തിൽ നാം വായിക്കുകയായിരുന്നു, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. എത്രയോ സങ്കടകരമായ ഒരവസ്ഥയാണ് ഒരു മനുഷ്യൻ ശാരീരികമായ വേദന അനുഭവിക്കുന്നത്. അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അത് കഠിന വേദനയാണ് എന്നുള്ളതിന്റെ സംശയമില്ല. കർത്താവ് തന്നെത്താൻ താഴ്ത്തിയെന്ന് വായിക്കുമ്പോൾ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്താണ് അതിന്റെ അർത്ഥം? ക്രൂശിലെ മരണം ഏറ്റവും നീചവും ഏറ്റവും അസഹനീയവുമായ, അതിനേക്കാൾ ധാരണമായ ഒരു മരണം ഭൂമുഖത്തില്ല. അത്രമേൽ നിന്ദയുള്ള ഒരു മരണം ഭൂമുഖത്തില്ല. ആ മരണമാണ് നമ്മുടെ കർത്താവ്
സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് ക്രൂശിലേക്ക് റോമക്കാർ കൊണ്ടുവരുവാൻ കാരണം? അതിന്റെ ചരിത്രം ഈ നാളുകളിൽ ദൈവദാസനും കൂടെ കേട്ടുവരികയാണല്ലോ. അതേക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എങ്കിലും ഞാനൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ക്രൂശ് ആ റോമൻ ചക്രവർത്തിയും റോമാക്കാരും നടപ്പിലാക്കിയതിന്റെ പിറകിൽ ചില ചരിത്ര സത്യങ്ങളുണ്ട്. ദുഷ്ടനായ മനുഷ്യനെ ഭൂമിയിൽ കിടത്തിക്കൊണ്ട് വെട്ടിക്കൊല്ലുവാനോ അല്ലെങ്കിൽ ആ നിലയിൽ വധിക്കുവാനോ അവരുടെ വിശ്വാസം അനുവദിക്കുന്നില്ല. കാരണം ഭൂമിദേവന് അത് വെറുപ്പാണ്. ദുഷ്ടനായ മനുഷ്യന്റെ രക്തം അങ്ങനെ നേരെ ഭൂമിയിലേക്ക് വരുന്നത് അവരുടെ വിശ്വാസമനുസരിച്ച് അഥവാ അന്ധവിശ്വാസമനുസരിച്ച് സാധ്യമല്ല. അതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് അവരുടെ വിശ്വാസമനുസരിച്ച് ജലദേവതയ്ക്ക് അത് സ്വീകാര്യമല്ല. കത്തിച്ചു കളയുന്നത് അഗ്നിദേവന് സ്വീകാര്യമല്ല. എന്നാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവന് കഷ്ടം വരുത്തിയപ്പോൾ മരക്കഷ്ണത്തിന്മേൽ തൂങ്ങി നിൽക്കുന്ന ഒരു കർത്താവിനെ അതിന്റെ നിന്നയും അതിന്റെ കാഠിന്യവും നാം വർണ്ണിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. അവന് കഷ്ടം വരുത്തി അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി. നമ്മുടെ സകലരുടെയും പാപം അവൻ ചുമന്നപ്പോൾ അവൻ മരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അതെ, ഇസ്രായേൽ മക്കളുടെ മധ്യേ അനേക യാഗങ്ങൾ നാം കാണുന്നുണ്ട്. മൃഗം ആ പാപം അവരുടെ തലയിലേക്ക് കൈവച്ചാക്കുന്നതോടുകൂടെ ആരോനോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ആക്കുന്നതോടുകൂടെ മരുഭൂമിയിലേക്ക് പോകുന്ന, പാളയത്തിന് പുറത്തേക്ക് പോകുന്ന, അത് തിരിച്ചു വരാതെ പോകുന്ന, നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ജയാളിയായി മരുഭൂമിയുടെ ദാഹവും നരകത്തിന്റെ വേദന അനുഭവിച്ചുവെങ്കിലും ജയാളിയായി ഭയഭക്തി നിമിത്തം മുദ്ര ലഭിച്ച് കർത്താവിനെ വലിയവനായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചത് നാം കാണുന്നു. ഇന്ന് അവൻ സ്വർഗത്തിൽ സ്തുതി സ്തോത്രങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, അറുക്കപ്പെട്ടൊരു കുഞ്ഞാടിനെ പോലെ നമ്മുടെ കണ്ണുകൾ ഉയർത്തിയാൽ സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അനുഭവിച്ച കഷ്ടതകളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവനെ കഷ്ടം വരുത്തി തകർത്ത് കളയുന്ന വിധങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ശാരീരികമായി അതിന്റെ ക്ലൈമാക്സിലാണ് നമ്മുടെ കർത്താവ് തകർന്നത്. എന്നാൽ അതിനുപരിയായിട്ട് ശരീരത്തെക്കാൾ അപ്പുറമായിട്ട് മാനസികമായിട്ടുള്ള അവന്റെ തകർച്ച, നിന്നയ്ക്കും തുപ്പലിനും അവന്റെ മുഖം മറച്ചതുമില്ല. രോമം പറിക്കുന്നവർക്ക് നാം അത് കേൾക്കുകയായിരുന്നു. അവനെ കാൽപ്പിച്ചു തുപ്പുമ്പോൾ, കണ്ണ് കെട്ടി അവനടിക്കുമ്പോൾ, നിന്നെ തല്ലിയതാരെന്ന് പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിന് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ ശാന്തമായി നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ട്? ദൈവത്താൽ കൈവിടപ്പെട്ട കർത്താവിനെയാണ് കാണുന്നത്. ജനം നിന്ദിച്ച് പരിഹസിക്കുകയാണ്. അവനെ പരിഹസിച്ച് തീർന്ന ശേഷം ഇനിയും പരിഹസിക്കുവാനില്ല. നിന്ന് അവന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. അവന്റെ ശരീരം അത് അടിമുതൽ ആണികളാൽ തറക്കപ്പെടുക മാത്രമല്ല, അടിമുടി ശിരസ് മുതൽ പാദം വരെയും അടികളാൽ തകർന്ന് രക്തമൊലിച്ചു നിൽക്കുന്ന കർത്താവിന്റെ ശാരീരിക വേദന എത്രയോ അപ്പുറമാണ്. എന്നാൽ അതിനുപരിയായിട്ട് അവന്റെ മാനസിക വേദന അതിന്റെ ക്ലൈമാക്സിലേക്കാണ്. യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവന്റെ ശിരസിൽ മുൾമുടി വെച്ച് കോൽ കൊണ്ടാലിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു അകൃത്യാഗമായി തീരുമ്പോൾ അങ്ങനെയാണ് അകൃത്യാഗം. അങ്ങനെ അകൃത്യാഗമായി തീർന്നു തൊട്ട് അങ്ങനെയാണ് സന്തതിയെ കാണുന്നത്. ഇന്ന് ദൈവജനത്തിന്റെ മധ്യേ കടന്നു വന്ന് ദൈവധാരാധിപ്പൻ നമ്മെ പ്രാപ്തനാക്കുവാൻ അവൻ മുൾമുടി അണിഞ്ഞ് അവൻ കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി മരണം അനുഭവിക്കുകയായിരുന്നു. ശാരീരിക വേദനകളെ കുറിച്ച് നാം മനസ്സിലാക്കി. അവന്റെ മാനസികമായ നിന്ദയും അവനെ തകർത്ത് കളയുന്ന ആ മനോവ്യഥയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അതിലുപരിയായി മറ്റൊരു വശം കൂടെ നമ്മുടെ കർത്താവ് അനുഭവിച്ചു. പിതാവിനാൽ കൈവിടപ്പെട്ട അവസ്ഥ. ഞാൻ പിതാവ് ഒന്നാകുന്നു, അവനെ പിരിഞ്ഞിട്ടൊരു കാര്യമില്ലാത്ത നമ്മുടെ കർത്താവ് അവന്റെ മാറിലെ ഓമനക്കുമാരനെ അതെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ ഒരകൃത്യയാഗമായി തീർന്നിട്ട് സന്തതിയെ കാണുവാൻ വേണ്ടി പിതാവിനാൽ കൈവിടപ്പെട്ട അവസ്ഥ അതെത്രയോ ഭയാനകമാണ്. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. എന്നാൽ നമ്മുടെ കർത്താവിനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്ന് രാജാവായി സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കി തീർത്തിരിക്കുന്ന ദൈവകൃപയോർത്ത് നമുക്ക് അവനെ ആരാധിക്കാം. മാത്രമല്ല എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ നൽകും താഴ്ച വന്ന യേശു മരണം അനുഭവിക്കൊണ്ട് നാം അവനെ തേജസ് ബഹുമാനമണിയവനായി കാണുന്നു. ആ ദിവ്യ തേജസ്സിന്റെ മുൻപാകെ ബഹുമാനത്തിനും സ്തുതിക്കും സ്തോത്രത്തിനും യോഗ്യനായ കർത്താവിന്റെ മുൻപാകെ വീണുമണങ്ങി നമുക്ക് ആരാധിക്കാം. അവന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.